Hello, hi, dear friends. Welcome to Lakshmi Nayar's Travel Vlogs. ഞാനിപ്പോൾ കേരളവും വിട്ട് ഇന്ത്യയും വിട്ടിട്ടൊരു സ്ഥലത്ത് നിൽക്കുകയാണ്. അതായത് നമ്മൾ പെട്ടെന്നാണ് ഇവിടെ എത്തിയിരിക്കുന്നത്. ഇതിപ്പോൾ ഷാർജയാണ്. അപ്പോൾ ഞാൻ ദുബായിൽ വന്നിട്ടുണ്ടായിരുന്നു മോൻ്റെ അടുത്തേക്ക്. അത് കഴിഞ്ഞപ്പോൾ കുറച്ച് ആവശ്യങ്ങളായിട്ട് ഷാർജയിലേക്കും വന്നു. അപ്പോൾ ഞാൻ വിചാരിച്ചു വൈ നോട്ട് നമ്മുടെ ട്രാവൽ വ്ളോഗ്സിന് വേണ്ടി ഇവിടെ കുറച്ച് കാര്യങ്ങളൊക്കെ ഒന്ന് കണ്ടാലോ, കുറച്ച് പർച്ചേസ് ചെയ്യണം, അങ്ങനെ കുറച്ച് ആവശ്യങ്ങളും കൂടി ഉണ്ടായിരുന്നു. അപ്പോൾ ഇത് ഇവിടുത്തെ ഒരു റെസ്റ്റോറൻ്റാണ്, അത്യാവശ്യം ഫേമസ് ആണ്, ദ ബിഗ് ഷെഫ് റെസ്റ്റോറൻറ്റ്. അപ്പോൾ അവിടേക്ക് വരാമെന്ന് വിചാരിച്ചു. അവിടുന്ന് ലഞ്ചും കഴിക്കാം, പിന്നെ ഇവിടുത്തെ സ്പെഷ്യാലിറ്റീസൊക്കെ അറിയുകയും ചെയ്യാം. കയറാം. ദ ബിഗ് ഷെഫ് റെസ്റ്റോറൻറ്റിൻ്റെ ഓണറാണ് മിസ്റ്റർ റഷാദ്. എവിടെ, നാട്ടിലെവിടെയാണ്? മലപ്പുറം. ഓക്കെ. അപ്പോൾ ഇത് വലിയ ഫേമസ് ആണെന്ന് അറിഞ്ഞു. നിങ്ങളുടെ സ്പെഷ്യാലിറ്റീസ് കൂടുതലും നോമ്പ് സമയത്തൊക്കെയാണോ വരുന്നത്? നാടനാണ് സ്പെഷ്യലൈസ് ചെയ്യുന്നത്. ഓക്കെ. അപ്പോൾ ഓക്കെ. ഹലോ, എവിടെ? കോഴിക്കോട്. എന്താ പേര്? ഹിൽസൺ. ഓ, ഓക്കെ. രണ്ട് പ്രധാന ആൾക്കാരെ കിട്ടിയിട്ടുണ്ട്. ഇപ്പൊ തിരക്കുള്ള സമയമാണോ? ഇപ്പൊ ഏകദേശം ഉച്ച സമയമാണല്ലോ. ഓക്കെ. ഇന്ന് ഒരു അവധി ദിവസം കൂടിയാണ് അല്ലേ? ഓക്കെ. അപ്പോൾ എന്തായാലും നാടൻ വിഭവങ്ങൾ തന്നെ. അപ്പോൾ നിങ്ങളുടെ ഏതെങ്കിലും കുക്കിങ്ങും കൂടി എനിക്ക് കണ്ടാൽ കൊള്ളാമെന്നുണ്ട്. ഓക്കെ. എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന്. ഓക്കെ. അപ്പോൾ ബിഗ് ഷെഫിനകത്ത് ഇരിക്കുന്നു. ഭക്ഷണം കഴിക്കാൻ പോകുന്നതിന് മുമ്പ് തന്നെ 2-3 കാര്യം. ഒന്ന്, എനിക്ക് കുക്കിംഗ് കാണണം എന്ന് തോന്നി. ഇവിടുത്തെ കുറേ സ്പെഷ്യാലിറ്റീസ് ഉണ്ട്, അതൊന്ന് കാണാം. നമുക്ക് കിച്ചണിൽ പോകേണ്ടി വരും. പിന്നെ ഇപ്പോൾ തൽക്കാലം എന്തെങ്കിലും കുടിക്കാം. ഓക്കെ. എന്താ ഉള്ളത് കുടിക്കാനായിട്ട്? ഫ്രഷ് ജ്യൂസ്. ഓക്കെ. ഒരു മാംഗോ ആകാം. ഓക്കെ. അപ്പോൾ ഒരു ജ്യൂസെല്ലാം കുടിച്ചിരിക്കുന്ന സമയം കൊണ്ട് നമ്മുടെ കിച്ചണൊക്കെ അവരൊന്ന് പ്രിപ്പയർ ചെയ്യട്ടെ. നമുക്കൊരു നല്ല മെയിൻ ഡിഷ്, ഇവിടുത്തെ പ്രധാനപ്പെട്ട ഒരു 4-5 ഡിഷ് ഉണ്ട്. അവർ പറഞ്ഞതാണ്. അതിൽ മണവാട്ടി ചിക്കൻ എന്തായാലും ഒന്ന് കാണാമെന്ന് വിചാരിക്കുന്നു. പോത്തുങ്കാലൊക്കെ ഉണ്ട്, പക്ഷേ അത് കുറച്ചുകൂടെ ടൈം കൺസ്യൂമിങ് ആണ്. അതുകൊണ്ട് മണവാട്ടി ചിക്കൻ ഈസ് ഓൾസോ ടൈം കൺസ്യൂമിങ് ഇച്ചിരി. പിന്നെ ചട്ടിയിൽ വരുന്ന ഫിഷ് മാംഗോ കറി, അപ്പോൾ അത് രണ്ടും നമുക്കൊന്ന് കാണാം. അപ്പോൾ അകത്ത് പോയി ജ്യൂസ് കുടിച്ചിട്ട് കിച്ചണിൽ പോകാം. ബൈ ദ ടൈം അവരെല്ലാം എടുത്തൊക്കെ വെച്ചിട്ടുണ്ടാകും. അപ്പോൾ ഷെഫിനെയും പരിചയപ്പെടാം. ഓക്കെ. താങ്ക് യു. ഫ്രഷ് ജ്യൂസ് പറയുമ്പോൾ മാംഗോ അല്ലെങ്കിൽ ഓറഞ്ച്. ഓക്കെ. അപ്പോൾ ഇനി നേരെ കിച്ചണിലേക്ക് പോകുന്നു. അവിടെ എല്ലാം സെറ്റാണെന്ന് പറഞ്ഞു. 2-3 ഐറ്റംസ് കാണാം. ഓക്കെ. അപ്പോൾ കിച്ചൻ്റെ അകത്തേക്ക് പ്രവേശിക്കുവാണ്. ഇത് മാനേജർ കൂടെ ഉണ്ട്. ഇവർക്ക് വൈകുന്നേരങ്ങളിൽ പലഹാരങ്ങളും ഉണ്ട്, അതായത് ഇങ്ങനത്തെ സ്നാക്സ് അല്ലേ? അത് 4 മണിക്കടികൾ എന്ന് പറഞ്ഞ ഒരു സെക്ഷൻ തന്നെയുണ്ട് ഇപ്പുറത്തെ സൈഡിൽ. പഴംപൊരി അല്ലേ, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ. ഓ, എക്സിക്യൂട്ടീവ് സിദ്ദിഖ്. ഓ ശരി. ഓക്കെ. ഹലോ, ഷെഫ് സിദ്ദിഖ്. അപ്പോൾ ദേ നമ്മുടെ കൂടെ ഷെഫ് സിദ്ദിഖ് ഉണ്ട്. അപ്പോൾ ആദ്യം ഉണ്ടാക്കാൻ പോണത് എന്താണ്? മണവാട്ടി ചിക്കൻ. ഓക്കെ. അപ്പോൾ അതിന് ചിക്കൻ ഫ്രൈ ചെയ്യേണ്ട ഒരു ആവശ്യമുണ്ട്. നമുക്ക് ഇത് ഒരു ഹോൾ ചിക്കനാണ്. എത്ര സൈസാണിത്? എത്ര ഗ്രാം? 1000. ഓക്കെ. 1 കിലോ ഉണ്ടോ ഇത്? അത് ശരി. എന്നാലും കണ്ടാലൊരു ചെറിയ ചിക്കൻ പൊരിക്കുക. അപ്പോൾ എന്തൊക്കെയുണ്ട് ഈ മാരിനേഷൻ? എന്തൊക്കെ കാര്യങ്ങളുണ്ട് ഈ പേസ്റ്റിൽ? മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി, ജിഞ്ചർ ഗാർലിക് പേസ്റ്റ്, ചില്ലി ഫ്ലേക്സ്, മസാല, ഗരം മസാലയുടെ എന്തെങ്കിലും ഐറ്റം ഉണ്ടോ ഇതിൽ? ഉണ്ടാവും. ഓക്കെ. അതിൻ്റെ ഉപ്പ് അല്ലേ? എല്ലാം കൂടെ മാരിനേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത് ഹോൾ, അത് വരഞ്ഞതാണ്. ഇതിന് ചിക്കനിൽ ഈ ഒരു എണ്ണ തിളച്ചുകൊണ്ടിരിക്കുന്ന എണ്ണയിലിട്ട് ഈ ചിക്കൻ വറുത്തെടുക്കും. ഓക്കെ. ഹോൾ ചിക്കനാണ് അല്ലേ മണവാട്ടി എന്ന് പറയുമ്പോൾ? ഓക്കെ. ഓ, മനസ്സിലായി. മണവാട്ടിയെ പോലെ ഒരുക്കിയ ചിക്കനാണ്. ഒരു ചിക്കനെ ഒരുക്കി എടുക്കാൻ പോവാണ് കേട്ടോ. മണവാട്ടി ചിക്കൻ ആവുന്നത് അത് മണവാട്ടിയെ പോലെ ഒരുങ്ങുന്നു എന്നാണ് ഉദ്ദേശിക്കുന്നത്. പാവം ചിക്കനെ ഇനി ഒരു സ്റ്റാൻഡിങ് പൊസിഷനിലേക്കൊക്കെ മാറ്റും. ഷെഫ് സിദ്ദിഖ് കുറച്ച് ഷൈ ആണെന്ന് തോന്നുന്നു, ക്യാമറ ഷൈ ആണ്, അത് സംസാരിക്കുന്നില്ല. ഓക്കെ, ശരിയാകും. മണവാട്ടി ചിക്കനിലെ മണവാട്ടി ഒരുങ്ങുന്നതിന് മുമ്പ് ചിക്കൻ ഫ്രൈ ചെയ്ത് കിട്ടണമല്ലോ. അപ്പോൾ ചിക്കൻ ഫ്രൈ അവിടെ നടക്കട്ടെ. ആ സമയം നമുക്ക് അടുത്തൊരു ഐറ്റം കാണാം. ദാറ്റ് ഈസ് ഫിഷ് മാംഗോ കറി. ചട്ടിക്കറി എന്നാണ് പറയുന്നത് അല്ലേ? ഫിഷ് മാംഗോ ചട്ടിക്കറി. എന്ത് ഫിഷാണത്? സീബ്രിം. ഓക്കെ. ഇവിടുത്തെ മീനാണ്. ഇതിപ്പോൾ എത്രയുണ്ട്? 1 ഫിഷ്, ഒരു ഫുൾ മീനാണ്. ഏകദേശം ഒരു 1/2 കിലോ വരുമോ? 300 to 400. ഓക്കെ. അത് ഗ്രാം ക്ലീൻ ചെയ്തിട്ടുണ്ട്. അതെ, കുറച്ച് എണ്ണ. ഇത് വെളിച്ചെണ്ണയിൽ അങ്ങനെയൊന്നുമില്ല അല്ലേ? വെളിച്ചെണ്ണ തന്നെയാണ്. ഓക്കെ. അപ്പോൾ കുറച്ച് വെളിച്ചെണ്ണ ചൂടായി. ഓക്കെ. ജിഞ്ചർ ഗാർലിക് ഇതെല്ലാം ഫൈൻലി ചോപ്ഡ്. പച്ചമുളക് ഒരു 3-4 എണ്ണം ഉണ്ട്.
മറ്റതെല്ലാം 1.5 ടേബിൾ സ്പൂൺ ഇട്ടിട്ടുണ്ട്. കുറച്ച് കറിവേപ്പില ഇട്ടിട്ടുണ്ട്. അത് വെളിച്ചെണ്ണ. നല്ല പെട്ടെന്ന് ചൂടാകുന്ന ചട്ടിയാണ് കേട്ടോ ആ പാൻ. സവാള ഫൈനലി ചോപ്ഡ്, എനിക്ക് തോന്നുന്നു ഒരു ഫുൾ സവാള ഉണ്ടാവണം. ഒരു മീഡിയം സവാള ചെറുതായി അരിഞ്ഞത്. കുറച്ച് ഉപ്പും കൂടി ചേർക്കണു. ഇനി മുളക് പൊടി ഒരു 3/4 ടേബിൾ സ്പൂൺ ചേർത്തു. ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, കുറച്ച് ഉപ്പ്, പിരിയൻ മുളകിൻ്റെ പൊടിയാണ് തോന്നുന്നു കളർ വൈസ്. ഇത് പിരിയൻ മുളക് പൊടിയാണോ? മറ്റേ കാശ്മീരി ചില്ലി പൗഡർ? കാശ്മീരിയാ. ആവശ്യത്തിന് വെള്ളം ഒഴിക്കണം. കുറച്ച് ഒരു 2 കപ്പോളം വെള്ളം, 2-2.5 കപ്പ് വെള്ളം ഒഴിച്ചിട്ടുണ്ട്. അങ്ങനെ തള വന്നു കഴിഞ്ഞു ഗ്രേവിക്ക്. ഇനി ഇതിലേക്ക് പച്ചമാങ്ങ ഫിഷ് കറിയാണല്ലോ, കുറച്ച് കൂടുതലിടും. പുളിയുള്ള മാങ്ങ തന്നെയാണ്, അത്യാവശ്യം പുളിയുണ്ട് മാങ്ങയ്ക്ക്. കുറേ ഇട്ടു, ഒരു ചെറിയ മാങ്ങയുടെ ആ സൈസ്. നന്നായിട്ട് തള വന്നിട്ട് കുറച്ചൊരു 5 മിനിറ്റ് ഇങ്ങനെ തിളച്ചുകൊണ്ടേ ഇരിക്കുന്നു. ഫാസ്റ്റായിട്ട് ചെയ്യാൻ പറ്റുന്ന റെസിപ്പിയാണ് തോന്നുന്നത്. അതെ, മീനിൻ്റെ പീസസ്, സീ ബ്രിം ഫിഷിൻ്റെ പീസസ്. ഇനി കുറച്ച് നല്ല കുറുകിയ തേങ്ങാപ്പാലാണ് ഒഴിക്കാൻ പോകുന്നത്. കൂരാലി, അതാണ് ഐറ്റം അല്ലേ? സീ ബ്രിമിന് മലയാളത്തിൽ നമ്മൾ കൂരാളി എന്നും പറയും ഈ മീനിന്. ഓക്കെ, സീ ബ്രിം. ഇത് തേങ്ങാപ്പാൽ, നല്ല കുറുകിയ തേങ്ങാപ്പാൽ ഒഴിച്ചു. ഇനി എല്ലാം കൂടി കിടന്നിട്ട് ഒന്നുകൂടി. ഈ മീനെല്ലാം പെട്ടെന്ന് തന്നെ വേകും, അതേ സമയമൊന്നും വേണ്ട. സോ ഇറ്റ്സ് ഈസി. ആ മാങ്ങയുടെ ഒരു പുളി ഇറങ്ങണം ഇച്ചിരി അല്ലേ? ഓക്കെ. പുള്ളിക്ക് മലയാളം അത്ര വശമില്ല കേട്ടോ, അത് പഠിച്ചു വരുന്നേ ഉള്ളൂ. മലയാളി അല്ല, എനിക്ക് തെറ്റിപ്പോയി. അപ്പോൾ എത്ര ഫാസ്റ്റായിട്ടാണ് ഈ കുക്കിംഗ് നടന്നത് കണ്ടല്ലോ. കണ്ണടച്ച് ഉറക്കുന്നതിന് മുമ്പ് സംഭവം റെഡിയായി കഴിഞ്ഞു. വെരി ഈസി. ഭയങ്കര ഇവിടുത്തെ ഒരു വലിയ മൂവിങ് ഐറ്റമാണ്, ഫേമസ് ഐറ്റം. ഏറ്റവും കൂടുതൽ പോകുന്ന ഒരു ഐറ്റമാണെന്നാണ് പറയുന്നത്. ഈ ഒരു ഫിഷ് മാംഗോ കറി ചട്ടിയിൽ ഉണ്ടാക്കുന്നത്. ഓക്കെ, ഫിഷ് മാംഗോ കറി, ചട്ടി ഫിഷ് മാംഗോ കറി. അപ്പോൾ ചട്ടിയിലേക്ക് ഇത് ഒഴിച്ച് അല്ലേ, അങ്ങനെയാണ് പ്ലേറ്റ് ചെയ്യുന്നത്. ആ നല്ല കുറുകിയ തേങ്ങാപ്പാലായതുകൊണ്ട് നല്ലൊരു തിക്നെസ് ഓൾറെഡി ആ ഇതിനുണ്ട് ഗ്രേവിക്ക്. പുള്ളിയുടെ കണക്കെല്ലാം കറക്റ്റ് ആയിരിക്കും അല്ലേ? അതാണ് ഉപ്പിട്ട് കഴിഞ്ഞാൽ അത് മതി, കൂടുതലൊന്നും വേണ്ട. ഒരു കൈ കണക്കാണ്, ബട്ട് ഫൈൻ, നന്നായിട്ട് ചെയ്യണം. എക്സ്പീരിയൻസ്, ആൾ ചെറുപ്പമാണ് പക്ഷേ എക്സ്പീരിയൻസ് ഒരുപാടായി. നന്നായിട്ട് ചട്ടിയിലേക്ക് ഇത് ഒരു പോർഷൻ ഒരു ചട്ടിയിൽ വരുന്നത്. ഇത് മുഴുവൻ എടുക്കുമോ അല്ലേ? വെരി ഗുഡ്. ഒരു മീൻ ഫുള്ള് അല്ലേ? ഈ ക്വാണ്ടിറ്റിയാണ് കൊടുക്കുന്നത് ഒരു ചട്ടിയിൽ. അതായത് ആ പച്ചമാങ്ങ ഫുള്ള് അങ്ങോട്ട് വെന്ത് അതിൻ്റെ ഒരുപാട് നേരം ഇടുന്നില്ല, അപ്പോൾ ഓവറായിട്ട് പുളി കയറില്ല. ആവശ്യത്തിന് ഒരു 4 ആൾ വരുന്നൊരു ഫാമിലിക്ക് ധാരാളം ഒരു ചട്ടി ഫിഷ് കറി മേടിച്ചാൽ മതി. ചട്ടി ഫിഷ് മാംഗോ കറി ഗംഭീരം, നൈസ്. കാണുമ്പോൾ അറിയാമല്ലോ, അടിപൊളിയാണ്. ഷെഫ് ഇവിടെ ഇനി അടുത്ത നമ്മുടെ കോഴിയെ പൊരിക്കാനിട്ടിരിക്കുകയാണ്. ഓക്കെ, മണവാട്ടി കോഴി പൊരിച്ചുകൊണ്ടിരിക്കുന്നത് ഓൾമോസ്റ്റ് ഫൈനൽ സ്റ്റേജാണ്. കുറച്ച് കറിവേപ്പില കൂടി ഇടുന്നു. യെസ്, അപ്പോൾ ഇതാണ് ആദ്യത്തെ സ്റ്റേജ്. പച്ചമുളകും ഉണ്ടായിരുന്നോ അതിനകത്ത്? ഓക്കെ, പച്ചമുളകും കറിവേപ്പിലയും കൂടി ഇട്ടിട്ടാണ് വറുത്തിങ്ങനെ കൂട്ടിയെടുത്തത്. അപ്പോൾ ഇത് ആ ഫസ്റ്റ് സ്റ്റേജ് കഴിഞ്ഞു. ഇനി ഇതിനെ ഗ്രേവി ഉണ്ടാക്കും, ഒരു മസാല ഗ്രേവി ഉണ്ടാക്കും. ഓക്കെ, അതും കൂടി കാണാം. ഇത് മണവാട്ടി ചിക്കൻ്റെ മസാല മേക്കിംഗ്. ഇത് വെളിച്ചെണ്ണയിൽ തന്നെയാണോ? ഓക്കെ, കുറച്ച് വെളിച്ചെണ്ണ ഒഴിക്കണു. അപ്പോൾ ഉള്ളിയുടെ കളറൊക്കെ മാറി തുടങ്ങി. ഇനി ഇതിലേക്ക് ടൊമാറ്റോ, ഒരു വലിയ ടൊമാറ്റോ ഫൈനലി ചോപ്ഡ്. കുറച്ച് ഉപ്പ് ചേർക്കുന്നു, പിന്നെ കുറച്ച് മുളക് പൊടി. ഓക്കെ,
ഒരു 3/4 ടേബിൾ സ്പൂൺ മുളക് പൊടിയും ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി. അതെന്തായിരുന്നു? മല്ലിപ്പൊടി. ഓക്കെ, ഒരു 1/2 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി. അതെന്തായിരുന്നു ഇപ്പോൾ ഇട്ടത്? ഗരം മസാല പൗഡർ. അല്ലല്ല, ചിക്കൻ മസാല. ഓക്കെ, കുരുമുളക് പൊടി, ഗരം മസാല കുറച്ച്, ഒരു 1/4 ടീസ്പൂൺ ഇട്ടിട്ടുള്ളൂ. ചിക്കൻ മസാല പൗഡർ, ഒരു 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി, എല്ലാം ചേർത്ത്. ഇനി കുറച്ച് വെള്ളം. ഒരു ഗ്രേവി ആക്കി മാറ്റുന്ന പ്രോസസ്സാണിപ്പോൾ. ഏകദേശം ഒരു 1.5 കപ്പ് വെള്ളം. ഓക്കെ, കുറച്ച് തിക്കായിട്ടുള്ള തേങ്ങാപ്പാൽ കുറച്ച് ലാസ്റ്റ്. അപ്പോൾ കുറച്ചൊന്ന് ഗ്രേവി കുറച്ചുകൂടെ ഒന്ന് കുറുകി വരും. അത് ക്രീം ഒഴിക്കുന്ന പോലെയാണ് കേട്ടോ. ആ ഒരു അതായത് ഒരു കോക്കനട്ട് ക്രീം പോലെ, അത്രയ്ക്ക് തിക്കായിട്ടുള്ള തേങ്ങാപ്പാലാണ്. കുറച്ച് മല്ലിയില. യെസ്, കഴിഞ്ഞു, പരിപാടി കഴിഞ്ഞു. ഗ്രേവി ഈസ് റെഡി. ഇനി മണവാട്ടി റെഡി ആകാൻ പോകണം. കല്യാണം. ഓക്കെ, ഒരുക്കിക്കോളൂ. ടൊമാറ്റോ ഫ്ലവേഴ്സൊക്കെ അലങ്കാരത്തിനായിട്ട് ആ പ്ലേറ്റിൻ്റെ 2 സൈഡിൽ പ്ലേറ്റ് ചെയ്യാൻ പോവുകയാണേ. ഇനിയാണ് ഒരുക്കം വരാൻ പോണത്. അത് നോക്കിക്കോളൂ. വറുത്ത കോഴി വന്നു. അതിൻ്റെ കഴുത്തിനെ മാറ്റിയോ? ഉണ്ടായിരുന്നില്ല, നെക്കില്ലാത്ത കോഴിയായിരുന്നു കേട്ടോ, അപ്പോൾ കുഴപ്പമില്ല. അപ്പോൾ ഇനി ഒരുക്കാൻ പോവാണ് മണവാട്ടീനെ. യെസ്, ഒന്ന് സിറ്റിംഗ് പോസ്റ്റിലേക്ക് മാറ്റണം. ഓക്കെ, ആദ്യത്തെ ആൾ വന്നു. ഒരു മുട്ട എത്തി. യെസ്, ഇനി ഇപ്പോൾ തയ്യാറാക്കിയ മസാല എൻ്റെ ദേഹത്തേക്ക് ഇങ്ങനെ ഒഴിച്ചു കൊടുക്കും. വാവ്, അത് ശരി, ഒരു അഭിഷേകം പോലെയാണ് അല്ലേ? മസാല അഭിഷേകം കോഴിക്ക്. അതാണ് മണവാട്ടി ഗെറ്റിംഗ് റെഡി. കോഴി മണവാട്ടി. നിറച്ച് മല്ലിയില, കുറച്ച് ഫ്രഷ് ക്രീമും കൂടി ഇങ്ങനെ മേലിൽ നിന്ന് ഒഴിച്ചു കൊടുത്തു. യെസ്, ഇതാണ് ഇവിടുത്തെ സ്പെഷ്യൽ മണവാട്ടി ചിക്കൻ. ഇതാണ് ഇവിടുത്തെ മണവാട്ടി ചിക്കൻ. എന്ത് ഭംഗിയായിരിക്കുന്നല്ലേ. എനിക്ക് കൈ എടുത്തു പോകാൻ പേടി, പറഞ്ഞു പോയാലോ. അടിപൊളി. ഓക്കെ, വെരി ഗുഡ്, എക്സലൻറ്റ്. മിടുക്കനാട്ടോ, ഭയങ്കര കൈപ്പുണ്യമാണ്. പെട്ടെന്ന് ചെയ്യുന്നത്. അതെ, എനിക്ക് കണ്ടപ്പോൾ മനസ്സിലായി. ചെറിയ പ്രായമുള്ളൂ, പക്ഷെ ഭയങ്കര ഫാസ്റ്റാണ്. ഭയങ്കര നല്ല, എന്ത് ചെയ്യുമ്പോഴും കാണുമ്പോൾ നമുക്കറിയാൻ പറ്റും ടേസ്റ്റാണ്. അതിൻ്റെ കൈപ്പുണ്യമുള്ള ആളാണ്. ഓക്കെ, പെട്ടെന്ന് പ്രൊമോട്ടഡായി ഇവിടുത്തെ എക്സിക്യൂട്ടീവ് ഷെഫ് ആയതാണെന്നാണ് പറഞ്ഞത്. അത്രയും ആ ടാലൻറ്റും ഉണ്ട്. പിന്നെ കിച്ചനെ കുറിച്ച് എനിക്ക് എടുത്ത് പറയാൻ തോന്നുന്നുണ്ട്. കാര്യം അത്ര നീറ്റ് ആൻഡ് ക്ലീനാണ് കിച്ചൺ. വന്ന് കയറിയപ്പോഴേ തോന്നിയൊരു ഇമ്പ്രഷനാണ്. അതെല്ലാം ഒരു ഷെഫിൻ്റെ കഴിവും കൂടിയാണ്, കിച്ചനൊക്കെ നീറ്റായിട്ട് സൂക്ഷിക്കുക. വെരി നൈസ്, വെരി നൈസ്. അങ്ങനെ അടിപൊളി വിഭവങ്ങളെല്ലാം കയ്യിൽ വന്നു. പക്ഷേ ഇന്നത്തെ വീഡിയോ ഇനി കുറച്ചുകൂടി കാര്യങ്ങളുണ്ട്, പക്ഷേ വീഡിയോ ലെങ്ത് കൂടും. അതുകൊണ്ട് ഞാൻ തൽക്കാലം വൈൻഡപ്പ് ചെയ്യുന്നു. അപ്പോൾ ഇത് ഇഷ്ടപ്പെട്ടു എന്നായിരിക്കട്ടെ. അപ്പോൾ താങ്ക് യു സോ മച്ച്. ഇനി ബാക്കി കാര്യങ്ങളൊക്കെ അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക് യു ഫോർ വാച്ചിങ് ആൻഡ് കീപ്പ് ഓൺ വാച്ചിങ് ലക്ഷ്മി വ്ലോഗ്സ്. ലവ് യു ഓൾ.